ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനു മനസ്സിലൊരു ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ്. തൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അത് നേടിക്കൊടുക്കുക തന്നെ വേണം. മക്കളിൽ ആരെങ്കിലും ഒരാൾ IAS ആവണം എന്നുള്ളത് ബാലൻ്റെ വലിയ സ്വപ്നമാണല്ലോ. അപ്പോൾ ആ സ്വപ്നം നേടിയെടുക്കാനായിട്ട് എത്ര വലിയ കഠിനമായ പരിശ്രമത്തിനും തയ്യാറായാണ് നമ്മുടെ അനുശ്രീ നിൽക്കുന്നത്. അപ്പോൾ വീട്ടിൽ പല പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അനു നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് തീരുമാനിക്കുക. അപ്പം ആര്യനും ആകാശം കൂടി അനുവിനോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും നിന്നെ ഒരു രീതിയിലും ബാധിക്കാനായിട്ട് പാടില്ല. നിന്റെ പഠനത്തിൽ മാത്രം നീ ശ്രദ്ധ കൊടുക്കണം. നിന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ സിവിൽ സർവീസ് എക്സാം പാസ്സാകുക എന്നുള്ളത്. അതിനായിട്ട് നീ നന്നായിട്ട് തന്നെ പഠിക്കണം എന്ന് പറയാൻ കേട്ടോ. അപ്പം അനുവും അത് അംഗീകരിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പഠനത്തിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഏട്ടാ എന്ന് പറയാം. അപ്പം ആര്യനാണെങ്കിൽ അനുവിനോട് പറയും, നീ തനിയെ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല, ഏതെങ്കിലും നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ നിന്ന് ഞങ്ങൾ ചേർക്കാം, അവിടെ പോയി പഠിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഈ സിവിൽ സർവീസ് എക്സാമിൻ്റെ പാറ്റേൺ ഒന്നും നമുക്കറിയില്ലല്ലോ. ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ ഹെൽപ്പോട് കൂടി പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഫസ്റ്റ് ശ്രമത്തിൽ തന്നെ പാസ്സാകാനായിട്ട് സാധിക്കും എന്ന് പറയാം. അപ്പോൾ അനുശ്രീക്കും അത് ശരിയാണെന്ന് തോന്നുവാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരോടും ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ വീടിനടുത്ത് തന്നെ അനുവിന് പോയി വരാൻ പാകത്തിനുള്ള ഒരു സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്ററിൽ നമ്മുടെ അനുശ്രീയെ കൊണ്ട് ചേർക്കുകയാണ്. അപ്പോൾ അനു നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അനുവിൻ്റെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെ അലോകുണ്ട്. അലോകിന് അനന്തൻ കൊണ്ടുവന്ന ഒരു കോടീശ്വരൻ്റെ മകളുടെ കല്യാണാലോചന ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ വീട്ടുകാർ മുന്നോട്ട് നീക്കുന്നുണ്ടെന്ന് അറിയുന്ന അലോക് ആ കല്യാണം പോലും വേണ്ടെന്ന് വെക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, എങ്ങനെയെങ്കിലും അനുശ്രീ തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന തീവ്രമായ ആഗ്രഹം അലോകിനുണ്ട്. പക്ഷേ ഒരിക്കലും അനുവിന് ഇനി അലോകിനെ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാനോ സ്നേഹിക്കാനോ സാധിക്കുന്നില്ലെന്ന് ഇന്ദിരാമ്മയോടും അലോകിനോടും അനു മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് കേട്ടോ. എങ്കിൽ പോലും അനുവിൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റം വരും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കാൻ അലോകും തയ്യാറാണ്. പക്ഷെ അലോകിനെ ഇനി തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അനുശ്രീ. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ജീവനും അനുവിനെ ഫോണൊക്കെ വിളിക്കുന്നുണ്ട്. അവർ തമ്മിൽ നല്ലൊരു മാനസിക അടുപ്പം വളർത്തി എടുക്കാനും ഇതിനിടയാകുന്നുണ്ട് കേട്ടോ. എങ്കിലും അനുവിൻ്റെ പഠനത്തെ ഒരു രീതിയിലും ബാധിക്കരുതെന്ന് കരുതി സ്ഥിരമായിട്ടുള്ള ഫോൺ വിളികളൊന്നും ജീവൻ തയ്യാറല്ല. അങ്ങനെ നമ്മുടെ അനു നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ട്. അനുവിന് സപ്പോർട്ടായിട്ട് വീട്ടിലെല്ലാവരും കൂടെയുണ്ട്. എങ്ങനെയും തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ അനുശ്രീക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ശ്രമത്തിൽ തന്നെ പ്രിലിംസി പാസ്സാകണം. അതിനുവേണ്ടി കഠിനമായി അനു പഠിക്കുന്നുണ്ട് കേട്ടോ. രാവും പകലും ഇല്ലാതെ ഉറക്കം പോലും ഇല്ലാതെയാണ് അനുശ്രീ അതിനായിട്ട് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അനുവിൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ കാണുമ്പം ഒരു ഘട്ടത്തിൽ ബാലൻ പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ സ്വയം മറന്നുള്ള ഈ പഠനമൊന്നും ആവശ്യമില്ല, നിന്നെക്കൊണ്ട് സാധിക്കില്ലെങ്കിൽ എൻ്റെ മോള് ഇതിനായിട്ട് ഇറങ്ങിയേ വേണ്ട. ഇത്രയും കഷ്ടപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ടാകുമെന്ന് അച്ഛനും അറിയില്ലായിരുന്നു. മോൾ ഇത്രയും കഷ്ടപ്പെട്ട് ആഹാരം പോലും സമയത്ത് കഴിക്കുന്നില്ലെന്ന് എപ്പോഴും ഗോമതി എന്നോട് പരാതിപ്പെടുക. ഇങ്ങനെ സ്വയം മറന്നുള്ള പഠനം അതെൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും എന്ന് പോലും നമ്മുടെ ബാലൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ബാലനോട് അനുശ്രീ പറയും, അച്ഛാ എങ്ങനെയും എനിക്ക് ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം, ഇതിനായിട്ട് ഒരുപാട് വർഷങ്ങൾ കളയാനില്ലല്ലോ, എത്രയും വേഗം കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ അച്ഛാ, ഞാൻ ശ്രമിച്ചില്ല എന്ന് പിന്നീട് എനിക്കൊരു കുറ്റബോധം തോന്നരുതല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഠിനമായി പഠിക്കുന്നത്. പിന്നെ ആഹാരം ശരിക്കും കഴിക്കുന്നില്ല എന്നൊക്കെ അമ്മ വെറുതെ പറയുന്നതാ, ഞാൻ ആ സമയത്ത് ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാവരുമായിട്ട് ഇടപഴകുന്നുമുണ്ട് എന്ന് ബാലനോട് പറയാണ്. എൻ്റെ കഷ്ടപ്പാടൊന്നും കണ്ട് അച്ഛന് എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണ്ട, ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഈ വീടിൻ്റെ മുറ്റത്ത് കളക്ടർ എന്ന ബോർഡ് വെച്ച ഒരു വണ്ടി വന്ന് കിടക്കണ്ടേ അച്ഛാ, ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അനുശ്രീ IAS എന്നെഴുതിയ ഒരു നെയിം ബോർഡ് വെക്കണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം ബാലൻ്റെ മനസ്സിലേക്കും ആ ദൃശ്യം കടന്നു വരികയാണ്. തൻ്റെ മകള് ഇവിടെ ഒരു IAS വന്നിറങ്ങുന്നതും ഈ കുടുംബത്തിൻ്റെ യശസ് ഉയർത്തുന്നതും ഒക്കെ നമ്മുടെ ബാലൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പോൾ ബാലനാണെങ്കിൽ അനുവിനോട് പറയും, അതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ്, എൻ്റെ മോൾ അത് നേടിയെടുക്കാൻ വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്ന കാണുമ്പം സത്യത്തിൽ അച്ഛന് കുറ്റബോധമാണ് തോന്നുന്നത്. എൻ്റെ മോളുടെ മേൽ ഞാൻ ആവശ്യമില്ലാത്ത സമ്മർദ്ദം ചെലുത്തിയതുപോലെ അതിന് ഒരിക്കലും എൻ്റെ അച്ഛൻ എന്നോട് കളക്ടർ ആവണമെന്ന് വാശി പിടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എനിക്കും ഒരു വലിയ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്നുള്ള എൻ്റെ തീവ്രമായ ആഗ്രഹം, അതിന് സപ്പോർട്ട് ചെയ്ത് ഇത്രയധികം അംഗങ്ങളും എന്നോടൊപ്പം ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഒരിക്കലും തളർന്നു പോകില്ല അച്ഛാ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, കിട്ടിയില്ലെങ്കിൽ വീണ്ടും എഴുതും, അത്ര തന്നെ എന്ന് അനു പറയാൻ കേട്ടോ. അങ്ങനെ അനുശ്രീ രാവും പകലുമില്ലാതെ കഠിനമായി തന്നെ പഠിക്കുകയാണ്.
അങ്ങനെ പ്രിലിംസിൻ്റെ അന്ന് നമ്മുടെ അനുവിനെയും കൊണ്ട് പോകുന്നത് ആര്യനാണ്. അനു നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് വരുന്നത്. അപ്പം അനുവിൻ്റെ മുഖത്തെ പ്രകാശം കാണുമ്പോൾ തന്നെ എക്സാം അവൾ നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്ന് ആര്യനും ബോധ്യപ്പെടുക. അപ്പോൾ ആര്യൻ്റെ അടുത്തേക്ക് വന്ന് അനു പറയും, ആര്യൻ ചേട്ടാ, ഞാൻ പഠിച്ചതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയാം. അത് കേൾക്കുമ്പോൾ ആര്യനും നമ്മുടെ അനുവിനോട് അത്രയധികം അഭിമാനം തോന്നുകയാണ് കേട്ടോ. എൻ്റെ കുട്ടിക്ക് ഉറപ്പായിട്ടും പ്രിലിംസ് പാസ്സാക്കാൻ സാധിക്കും, നീ അത്രയധികം കഷ്ടപ്പെട്ടതല്ലേ, ഇതിനുശേഷം മെയിൻസും പാസ്സാകും, എൻ്റെ കുഞ്ഞ് എത്രയും വേഗം ഒരു IAS ആവുകയും വേണം, അവിടെ ഒരാൾ നിന്നെയും കാത്തിരിപ്പുണ്ടല്ലോ ജീവൻ, എന്നിട്ട് വേണം നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നാടറിഞ്ഞ് നടത്താനായിട്ട് എന്ന് ആര്യം പറയാം. അപ്പം ജീവൻ്റെ കാര്യം ആര്യം പറയുമ്പം നമ്മുടെ അനുവിന് നാണം വരികയാണ് കേട്ടോ. അപ്പം അനു നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടെന്ന് നമ്മുടെ ജീവനോടും വിളിച്ച് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പം ജീവനും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അത്രയധികം അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ് നമ്മുടെ ജീവന്. സമയം നമ്മുടെ അനുശ്രീയുടെ ഈ വളർച്ചയിൽ അത്രയധികം അസ്വസ്ഥതയുള്ള 2 പേരുണ്ട് കൃഷ്ണമംഗലത്ത്. മറ്റാരുമല്ല, അച്യുതനും രാജശ്രീയും. അവൾക്ക് വളർച്ച ഉണ്ടാകുന്നത് അവർക്ക് സഹിക്കാൻ പോലും സാധിക്കുന്നില്ല. ജീവൻ്റെയും അനുശ്രീയുടെയും കല്യാണം വീണ്ടും വാക്കാൽ ഉറപ്പിച്ചുവെന്നറിയുന്ന അച്യുതനും അതുപോലെ അലോകും ഒക്കെ ജീവൻ്റെ അടുത്ത് പോയി വളരെ മോശമായിട്ട് അനുവിനെ പറ്റി സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയെങ്കിലും ആ കല്യാണത്തിൽ നിന്നും അവർ ഒഴിവാക്കാനായിട്ട് അനുവിൻ്റെ ഇനി ഒരു കല്യാണം പോലും നടന്നു കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അച്യുതനും രാജശ്രീയും. പക്ഷെ ജീവൻ എന്ന വ്യക്തിയെ അങ്ങനെ അങ്ങോട്ട് വാക്കുകൾ കൊണ്ട് കൈക്കലാക്കി എടുക്കാനൊന്നും അവർക്ക് സാധിച്ചില്ല. അപ്പം അലോകാണെങ്കിൽ ഏതറ്റം വരെയും അനുവിനെ സ്വന്തമാക്കാനായിട്ട് പോകും എന്നുള്ള രീതിയിലാണ് വീണ്ടും പഴയപടി തന്നെ ആകും കേട്ടോ. കുറച്ച് നാൾ കുറ്റബോധം കൊണ്ടൊക്കെ നടന്നെങ്കിലും ഇപ്പം അനുവിനെ നേടിയെടുക്കണം എന്നുള്ള വാശിയും അതുപോലെ പണ്ടത്തെ സ്വാർത്ഥതയും കുശുമ്പും ഇതൊക്കെ മാത്രമാണ് അലോകിൻ്റെ മനസ്സിലും ഇപ്പോഴുള്ളൂ. പക്ഷെ നമ്മുടെ അനുശ്രീയെ അങ്ങനെയൊന്നും തോറ്റു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അനുവിൻ്റെ കൂടെ കട്ടയ്ക്ക് തന്നെ ജീവൻ നിൽക്കും. അലോക് പറയുന്ന ഒരു കാര്യങ്ങളും സത്യമല്ലെന്ന് ജീവന് വ്യക്തമായിട്ട് അറിയാം. അപ്പം ഈ അലോക് ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുന്ന അനുശ്രീക്കും അലോകിനോട് വീണ്ടും വീണ്ടും ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും അലോകിനെ പറ്റി ഇപ്പം ചിന്തിക്കുന്ന പോലുമില്ല. തൻ്റെ സ്വപ്നങ്ങളും ലക്ഷ്യബോധവും ജീവനും തൻ്റെ കുടുംബവും മാത്രമേ അനുവിൻ്റെ മനസ്സിലും ഉള്ളേ. അപ്പം അച്യുതനും രാജശ്രീയും പല രീതിയിൽ അനുവിൻ്റെ പഠനം മുടക്കാനായിട്ടും എക്സാം എഴുതാൻ സാധിക്കാതെ പോകാനായിട്ടും ഒക്കെ പല ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഫലം കാണുന്നില്ല. അപ്പോൾ അവർക്ക് നല്ല നിരാശയുണ്ട് കേട്ടോ. അങ്ങനെ അനുശ്രീ റിസൾട്ട് വരുമ്പം പ്രിലിംസ് അനുവിന് കിട്ടുന്നുണ്ട്. അതിനുശേഷം അനു മെയിൻസ് കിട്ടാനായിട്ട് കഠിനമായിട്ട് പഠിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ പഠിക്കുമ്പം അവളെ സപ്പോർട്ട് ചെയ്ത് വീട്ടിലെല്ലാവരും നിൽക്കുന്നുണ്ട്. മീനുവും മിത്രയും ഒക്കെ അനുവിന് കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ മിത്രയും സിവിൽ സർവീസ് എക്സാമായിട്ട് എഴുതാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ 2 പേരും ഒരു വീട്ടിൽ നിന്ന് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ 2 പേർക്കും സപ്പോർട്ടായിട്ട് എല്ലാവരും കൂടെ തന്നെയുണ്ട്. കമ്പൈൻ സ്റ്റഡികളൊക്കെ നടത്തിയും അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. 2 പേർക്കും സിവിൽ സർവീസ് എക്സാം പാസ്സാവാനായിട്ട് സാധിക്കുന്നുമുണ്ട്. അനുശ്രീ അവളുടെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. മെയിൻസ് എക്സാമും അനു അടിപൊളിയായിട്ട് എഴുതുന്നുണ്ട്, അതും പാസ്സാകുന്നുണ്ട്. അങ്ങനെ റിസൾട്ട് വരുമ്പം നല്ല റാങ്കോട് കൂടിയാണ് അനു ആണെങ്കിൽ പാസ്സാകുന്നത്. അനുവിൻ്റെ ഫോട്ടോയും ഒക്കെ പത്രത്തിൽ വരുന്നുണ്ട്. ഇത് കാണുന്ന അച്യുതനും രാജശ്രീയും അത്രയധികം കുശുമ്പും ദേഷ്യവും കൊണ്ട് പുകയുന്നുണ്ടെങ്കിലും ഒരു കാര്യമില്ല, ഇനി അനുവിനെ പിടിച്ചാൽ കിട്ടില്ല എന്ന് അവർക്ക് ബോധ്യമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനു മാത്രമല്ല നമ്മുടെ മിത്രയും ജയിക്കുന്നുണ്ട്. അപ്പം മിത്രയുടെ സ്വപ്നങ്ങളെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് കൂടുതൽ പറയാത്തത്. അങ്ങനെ നമ്മുടെ അനു ആണെങ്കിൽ ബാലൻ ആഗ്രഹിച്ചതുപോലെ തന്നെ IAS ആണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ സിവിൽ സർവീസ് ഓഫീസറായി ഒരു നമ്മുടെ അനുശ്രീ ദേവമംഗലത്തിൻ്റെ പടിയിലേക്ക് വരുന്ന ഒരു വരവുണ്ട് കേട്ടോ. അങ്ങനെ ആ ബാലൻ ആഗ്രഹിച്ചതുപോലെ കളക്ടർ എന്ന ബോർഡ് വെച്ച വണ്ടിയിൽ IASകാരിയായിട്ട് നമ്മുടെ അനുശ്രീ വന്നിറങ്ങുമ്പം അത് കാണാൻ ബാലനും ഗോമതിയും അവളുടെ ഏടത്തിമാരും ഏട്ടന്മാരും എല്ലാവരും ഉണ്ട്. അങ്ങനെ ബാലന് കൊടുത്ത വാക്ക് അനുശ്രീ പാലിക്കുകയാണ്. ആ വീട്ടിൽ ഒരു IASകാരി ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. തൻ്റെ മകള് എത്രമാത്രം കഠിനമായി ശ്രമിച്ചു തൻ്റെ സ്വപ്നം നേടിയെടുക്കാനായിട്ടെന്ന് ബാലന് വ്യക്തമായിട്ട് അറിയാം. അപ്പം അനുശ്രീ ആണെങ്കിൽ ഇറങ്ങി വരുന്ന കാണുന്ന ബാലൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകാണ് കേട്ടോ. തൻ്റെ മകൾ ഇന്ന് തന്നോളം വളർന്നിരിക്കുന്നു, അവളാണെങ്കിൽ ഏറ്റവും വലിയ പദവിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള അഭിമാനം ബാലൻ്റെ കണ്ണുകളിൽ കാണാനായിട്ട് സാധിക്കും. ബാലൻ്റെ മാത്രമല്ല നമ്മുടെ ആര്യൻ്റെയും ആകാശിൻ്റെയും ആനന്ദിൻ്റെയും അങ്ങനെ ഏടത്തിമാരുടെയും എല്ലാവരുടെയും കണ്ണുകളിൽ നമ്മുടെ അനുവിന് അത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ടും കേട്ടും കൃഷ്ണമംഗലത്തുള്ളവരും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഇന്ദ്രാമ്മയ്ക്കും ആനന്ദനും അതുപോലെ നമ്മുടെ ധർമ്മനും ഒക്കെ അനുവിൻ്റെ വളർച്ചയിൽ ഒരുപാട് സന്തോഷം തോന്നുന്ന ആൾക്കാരാണ്. പക്ഷെ അതിൽ നല്ല കുശുമ്പോട് കൂടി നിൽക്കുന്ന ആളാണ് അച്യുതനും രാജശ്രീയും അലോകും ഒക്കെ. തനിക്കിനി ഒരിക്കലും അനുവിനെ കിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നതോടുകൂടി അനു തകർന്നു പോകാൻ മാത്രമാണ്
എന്നാണ് അലോകും ആഗ്രഹിക്കുന്നത്. ഇതേ സമയം അനുവിൻ്റെ വിജയത്തിൽ പങ്കുചേരാൻ ജീവനും അതുപോലെ തന്നെ ജീവൻ്റെ കുടുംബവും എല്ലാവരും വന്നു ചേരുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ അനു ഇൻ്റർവ്യൂ കൊടുക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നല്ല നല്ല എപ്പിസോഡുകളും നമ്മുടെ പ്രിയ പരമ്പരയിൽ വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. കുറേ അധികം വൈകിയായിരിക്കും കേട്ടോ ഈ എപ്പിസോഡുകളൊക്കെ വരുന്നത്. അപ്പോൾ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്.